നീ പോവാണോ? അപ്പൊ നീ വന്ദനയുടെ പെണ്ണുകാണൽ ചടങ്ങിൽ നിൽക്കുന്നില്ലേ? ഓ, പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഒരു വഴിക്കങ്ങ് നടക്കുമെന്നേ. എന്റെ ജോലി അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഏട്ടനെ പോലെ ആപ്പ ഗുമസ്തപ്പണിയൊന്നും അല്ല. ലക്ഷങ്ങൾ മുടക്കി റിസ്ക് എടുത്ത് ചെയ്യുന്ന ബിസിനസ്സാ. നടക്കുവോ നടക്കില്ലോ എന്ന് അറിയാൻ പാടില്ലാത്ത കല്യാണത്തിന് വേണ്ടി സമയം പഴക്കാൻ എന്റെ കയ്യിൽ തീരെ സമയമില്ല. തടിപിടി പോലെ ഇവിടെ ഏട്ടനുണ്ടല്ലോ. മനോജിന്റെ സഹോദരൻ സ്ഥാനം കൂടി അങ്ങ് ഏട്ടൻ ഏറ്റെടുത്തു. എന്ത് പറയാനോ? എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? ലക്ഷങ്ങൾ കുടുംബസ്വത്തായി കിട്ടിയ മനോജിന് സഹോദരി സ്നേഹം ഇല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത ഞാൻ എന്തിനാടി സഹോദരി സ്നേഹം കാണിക്കുന്നത്? ഞാനേ ജോലിക്ക് പോവാ. വന്ദനയുടെ കല്യാണം നടക്കാത്തതേ ജാതകദോഷം കൊണ്ടല്ല, സഹോദരദോഷം കൊണ്ടാ. എന്താ നീ പറഞ്ഞേ? വന്ദനയുടെ കല്യാണം നടക്കാത്തതിന്റെ പ്രധാന കാരണം നിങ്ങളെ പോലുള്ള സഹോദരന്മാരുള്ളതുകൊണ്ടാണ്. എന്തേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പ്രകാശ് ചേട്ടന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. നിങ്ങളൊക്കെ ആ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ? അച്ഛൻ കഷ്ടപ്പെട്ട നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. പണം കൊടുത്ത് സഹായിക്കണ്ട, അതിന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടെ? നീയൊന്നും വായടയ്ക്കുന്നുണ്ടോ? തുറക്കാനും ഉദ്ദേശമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ മക്കള് കാരണം തുറക്കേണ്ടി വന്നു. ക്ഷമിച്ചു കള. പ്രകാശന്റെ നല്ല മനസ്സ് കാണാൻ ഇവിടെ ഭാര്യയ്ക്ക് പോലും കഴിയണില്ല.